അശോക്, വ്യോമ പ്രതിരോധ രംഗത്ത് ഏറ്റവും പേരുകേട്ട ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് പറയാം F-35B. അതായത് F-35 സീരീസ് ഒരുപാടുണ്ട്. ലോക്ഹീഡ് മാർട്ടിന്റെ കീഴിൽ വരുന്ന സംഭവങ്ങളാണ്. ഇത് 3 സീരീസ് ഉണ്ട്. അതിൽ ബി വെർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്, തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അടിയന്തരമായിട്ട് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് 2 ദിവസമായിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയേണ്ടത് ഇത് ബ്രിട്ടീഷ് വിമാനം, അവരുടെ ഒരു അഭിമാനമാണ്. ആ ഒരു ഈ ജെറ്റ്, ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരത്ത് ഇറക്കുന്നു. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ 48 മണിക്കൂർ 72 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. ആ രീതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ആശങ്കകളേക്കാൾ നമ്മൾ ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക്. ഇതിനകത്ത് എന്തുകൊണ്ട് ഇവരിറക്കി, അതിനെക്കുറിച്ച് പല വിദഗ്ധ അഭിപ്രായങ്ങൾ തേടുന്നു. ഈ രംഗത്തെ വിദഗ്ധർ അസാധാരണമെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ നടപടി എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇതിന് അനുമതി നേടിയിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിന്റെ പൈലറ്റ് വിമാനത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അവിടെ അടുത്തൊരു ചെയറിട്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ അടക്കം സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടും അദ്ദേഹം അങ്ങനെ നിന്നില്ല എന്നുള്ള രീതിയിലുള്ള വ്യൂഹങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോൾ കേരളം മൊത്തം അത് ചർച്ചയാക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും സമയമായിട്ട് പിന്നെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ? മാത്രമല്ല വിമാനവാഹിനി കപ്പലിലാണ് ഇത് വന്നത്. പ്രിൻസസ് ഓഫ് വെയിൽസ് ഉണ്ടോ തോന്നുന്നു അതിന്റെ പേര്. അതിന്റെ ഭാഗമായിട്ട് അറബിക്കടലിൽ ഇത് പരീക്ഷണം നടത്തുകയായിരുന്നു, സൈനികാഭ്യാസം നടത്തുകയായിരുന്നു. അതിനിടയിലായിരുന്നു പെട്ടെന്ന് ഇതിന്റെ ഇന്ധനം തീർന്നിട്ട് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. അതായത് വിസിബിലിറ്റി കിട്ടിയില്ല, കപ്പലിലേക്ക് ഇറക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും രാജ്യത്തെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇത്തരം ക്യൂരിയോസിറ്റികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. ഇത്രയും സമയമായിട്ട് അത് പോയിട്ടില്ല. ഇവിടെ നമ്മളിത് വളരെ കൗതുകരമായും ആകാംക്ഷയോടും കൂടി കാണുന്നതിന് വേറെയും പല കാരണങ്ങളുണ്ട് ശരത്. കാരണം പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ യുദ്ധസമാനമായ രീതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പറ്റിയെല്ലാം വീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആധുനികമായ, ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു വിമാനം നമ്മുടെ കേരളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അത് വളരെ കൗതുകമാണ്. എന്തുകൊണ്ടാണ് ഇതിവിടെ വന്ന് ലാൻഡ് ചെയ്തത് എന്നറിയാനായിരുന്നു ആദ്യം എല്ലാവരും ശ്രമിച്ചത്. കാരണം ഇത് ലാൻഡ് ചെയ്ത് ഇതിന് സാങ്കേതിക തകരാറുകൾ മൂലമാണ് ലാൻഡ് ചെയ്തത് എന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത്. അതിനടുത്ത് നിന്ന് ശരത്ത് സൂചിപ്പിച്ചതുപോലെ പൈലറ്റ് വിട്ടുമാറാതെ അതിനടുത്ത് തന്നെ നിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര, ഈ ന്യൂസിലൂടെ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഈ കാര്യങ്ങളോടുകൂടി. ഈ F-35 സീരീസിലുള്ള വിമാനങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങളാണ്. അങ്ങനെ ചെറിയ തകരാറുകളൊന്നും അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ വരാറില്ല. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജികളുള്ള, ഇപ്പോ എവിടെയും പറന്നിറങ്ങാൻ സാധിക്കുന്ന, ഈ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടിയാണ് ഈ F-35 എന്ന് പറയുന്നത്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനം വന്നിറങ്ങുമ്പോൾ അതെന്തുകൊണ്ടാണ് അത് വന്നിറങ്ങിയത്, ഇനി ഏതെങ്കിലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയാണ് ആദ്യം വിദഗ്ധർ നോക്കിയത്. പിന്നീടാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നത്. ഒരു പേടിയുടെയും കാര്യമില്ല, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല, ഇത് സാങ്കേതിക തകരാറ് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. വിസിബിലിറ്റി, ശരത് സൂചിപ്പിച്ച പോലെ വിസിബിലിറ്റിയുടെ പ്രശ്നം മൂലം കപ്പലിൽ ഇറങ്ങാൻ സാധിച്ചില്ല എന്നൊക്കെ ക്ലാരിഫിക്കേഷൻ വരുന്നത്. പക്ഷെ എങ്കിൽ കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് 48 മണിക്കൂർ ഒരു സ്ഥലത്തും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിമാനം പാർക്ക് ചെയ്തിട്ടില്ല, സ്റ്റേ ചെയ്തിട്ടില്ല. അതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ടത്, ഇപ്പൊ ഇന്ധനം തീർന്നത് കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ധനം എന്തായാലും നിറച്ചു കഴിഞ്ഞു. അതിന്റെ ഇപ്പൊ പറയുന്നത് സാങ്കേതിക തകരാറാണെന്ന് പറയുന്നുണ്ട് അതിന്റെ പിന്നിൽ. ഇതിനകത്ത് തന്നെ ആൾക്കാർക്ക് നേരത്തെ പറയുക തന്നെ ക്യൂരിയസിറ്റി, എന്തും നമ്മൾ അന്വേഷിക്കും. പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് വന്നിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും പറയാൻ കാരണം നേരത്തെ പറയുന്നത് തന്നെ F-35 ഒരു ചരിത്രം നോക്കുക. അപ്പം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ട്രംപ് ഒരു ഓഫർ തന്നെയായിരുന്നു ഇന്ത്യക്ക്. F-35 ബി വേർഷൻ തരുമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് അത്രയും അമേരിക്ക അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുന്നതല്ല. കാരണം ഇത്തരം വിമാനങ്ങൾ ഇപ്പോൾ യുദ്ധ വിമാനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അത് സെലക്റ്റീവായിട്ടേ കൊടുക്കാറുള്ളൂ. അത് തന്നെ അവരുടെ അഭിമാനമായിട്ടുള്ള സാധനം എല്ലാം ഓഫറോടെ തരുന്നെങ്കിൽ അതിലെന്തോ പിന്നിലൊരു ഇതുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കിട്ടുന്നതിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും യുദ്ധമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ
അറബിക്കടലിൽ നിന്നൊക്കെ നോട്ടിക്കൽ മൈൽ വെച്ച് നോക്കണമെങ്കിൽ ഇറാനൊക്കെ അടുത്തായിട്ട് കിടന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ചിന്തയിലേക്കാണ് ആളുകൾ അന്വേഷണം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ ഇപ്പോൾ യു കെക്കൊക്കെ ഇറാന് എതിരെയുള്ള നിലപാടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്കാണോ പോകുന്നത് എന്നുള്ള ചർച്ചകൾ കൂടി G7 സംയുക്തമായി ഇസ്രായേലിനെ പിന്തുണച്ചിരിക്കുക കൂടിയാണ്. ആ ഒരു ഘട്ടവും കൂടിയാണ്. കൂടി ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അതാണ്. അപ്പൊ അതും കൂടി നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ശരത്ത് പറഞ്ഞത് ഏകദേശം ശരിയാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്ന്. പക്ഷെ നമ്മളിത് പറയുന്നത് നമ്മളെ നേരത്തെ പറയുന്ന അഭ്യൂഹങ്ങളാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളല്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറയുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിസ്സാരം മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ അതുമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടെങ്കിലും അവർ 24 മണിക്കൂർ അവരുടെ ക്രൂ എന്നതിന് ചിലപ്പോൾ ശരിയാക്കി കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇത്തരം വിമാനങ്ങൾക്ക് തകരാറുകൾ വരുന്നത് വളരെ കുറവാണ്. കാരണം അങ്ങനെയാണ് അതിന്റെ നിർമ്മാണം വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡിലാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും, അതുപോലെ തന്നെ ആണ് ഇത് നോക്കേണ്ടത്. മാത്രമല്ല ഇത് കടലിൽ കൂടുതൽ അഭ്യാസം നടക്കുന്ന സമയം ഇതിന്റെ ഇന്ധനം മൊത്തം കറങ്ങി വട്ടമിട്ട് തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 2000 കിലോമീറ്റർ വരെ റേഞ്ച്, എത്രയോ മൈൽ വരെ റേഞ്ച് കാണിക്കുന്ന ഒരു ഇതും കൂടെയാണ്, യുദ്ധവിമാനമാണ്. അപ്പോൾ ഇതിന്റെ ലാൻഡിങ്ങിന് വേണ്ടി മാത്രം ഇത്രയും സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കളയുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ എന്തോ ഇതിനകത്തുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇപ്പോൾ നോക്കുക, ഏതാണ്ട് 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇതുവരെയും ആ വിമാനം ഉയർത്തുന്നതിനെ കുറിച്ച് പോലും ഒരു ചർച്ചകൾ വന്നില്ല. അപ്പൊ അതൊക്കെ തന്നെയാണ് ആശങ്കയല്ല, നേരത്തെ പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി. അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഫൈറ്റർ ജെറ്റുകൾ പറത്തുന്ന പൈലറ്റുകൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുകളാണ്. ഏറ്റവും നമ്പർ 1 പൈലറ്റുമാരാണ് ഈ ഫൈറ്റർ ജെറ്റ്, അതുപോലെ തന്നെ ഈ റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ പറത്താൻ പോകുന്നത്. അവരെ സജ്ജമാക്കിയിരിക്കുന്നത്, അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത്രയും ടോപ്പിൽ നിൽക്കുന്ന പൈലറ്റുമാർക്ക് ഇന്ധനം പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെല്ലാം കമന്റുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഈ ഇന്ധനം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇത്രയും വട്ടമിട്ട് പറന്നതിന്റെ പേരിൽ ഇന്ധനം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ വേറെ എന്തോ ഉണ്ടല്ലോ എന്ന് ചകയാൻ നിൽക്കും. അങ്ങനെ ചകഞ്ഞു പോകും. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ വൃത്തങ്ങളെല്ലാം പറയുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ യാതൊരുവിധ മറ്റ് ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇത് അതിന്റെ കുഴപ്പം കൊണ്ട് മാത്രം, അതായത് സാങ്കേതിക തകരാർ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് എന്നാണ്. എന്തായാലും അഭ്യൂഹങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം ഇനി വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും രഹസ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പരസ്യം എന്തായാലും അറിയാൻ പറ്റും. വരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ നേരത്തെ പറയുന്ന പ്രതിരോധ സേനയൊക്കെ ഇതിനകത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊക്കെ അങ്ങനെ തന്നെ പോകാം, മുന്നോട്ട് അങ്ങനെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. അതുവരെ നമുക്ക് സംയമനത്തോടെ കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത്.